ഹായ് ഓൾ, എൻ്റെ പേര് മോനിഷ. ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് BANE 143 ട്രൈബൽ കൾച്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്നുള്ള പേപ്പറിലത്തെ യൂണിറ്റ് 2 ആണ്. നമ്മുടെ യൂണിറ്റ് 2ന്റെ പേര് എന്ന് പറയുന്നത് ഐഡിയ ഓഫ് ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ് ആണ്. അപ്പോൾ എന്താണ് ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ് എന്നുള്ളത് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ ഈ യൂണിറ്റിൽ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. സിൻസ് അതായത് നമ്മുടെ ആന്ത്രപ്പോളജി എന്നുള്ളത് ഒരു സയന്റിഫിക് ഡിസിപ്ലിൻ ആയിട്ട് വരുന്ന ഒരു കാലം തൊട്ട്, അതായത് ഒരു 19th സെഞ്ചുറി തൊട്ടാണ് നമ്മുടെ മേജർ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഇൻഡിജിനസ് പീപ്പിൾ എന്നുള്ളതും അതുപോലെ നമ്മുടെ ട്രൈബൽ പീപ്പിൾ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലോട്ടായിരുന്നു നമ്മുടെ മേജർ ഫോക്കസ് എന്നുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് ആന്ത്രപ്പോളജിസ്റ്റ് എന്താണ് അവരുടെ ആ ഒരു വർക്കിംഗ് ടൈം ഫുൾ അവര് അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ലൈഫ് ഫുൾ എന്താണ് അവർ ഇതുപോലത്തെ ഇൻഡിജിനസ് പീപ്പിൾ ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ട്രൈബൽ പീപ്പിൾ ആയിട്ടായിരുന്നു അവർ കൂടുതൽ എന്താ ജീവിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാൻ പറ്റും എന്താ അവരുടെ ട്രഡീഷൻസ് ആണെങ്കിലും അവരുടെ ലാംഗ്വേജ് ആണെങ്കിലും അതുപോലത്തെ അവരുടെ വേ ഓഫ് ലൈഫ് ആണെങ്കിലും എന്താ അതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പൊളിറ്റിക്കലി ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെക്കാളും ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ട്രഡീഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഇൻഡിജിനസ് പീപ്പിളിനും ട്രൈബൽ പീപ്പിളിനും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ആന്ത്രപ്പോളജിസ്റ്റിന്റെ അഭിപ്രായത്തിൽ അവർ പറയുന്നത്. So according to the United Nations Permanent Forum on Indigenous Issues, there are more than 370 million indigenous people spread across 90 different countries worldwide. നമ്മുടെ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ 90 ഡിഫറെന്റ് കൺട്രീസിലായിട്ട് നമുക്ക് എന്താണ് 370 മില്യൺ ഇൻഡിജിനസ് പീപ്പിൾ നമുക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അത്രയും ഇൻഡിജിനസ് പീപ്പിൾസിന് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി ഇൻഡിജിനസ് പീപ്പിൾ ലിവ് ഇൻ റിമോട്ട് ഏരിയാസ് ഓഫ് ദി വേൾഡ്. അപ്പൊ എന്താ മോസ്റ്റ് ഓഫ് ദി ഇൻഡിജിനസ് പീപ്പിൾസും എന്താണ് ഒരു റിമോട്ട് ഏരിയയിലാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുക. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്താണ് ഒരു 70% നമുക്ക് കാണാൻ പറ്റുന്നത് ഏഷ്യ കൺട്രീസിലാണ് നമുക്ക് എന്താ 70% ഓഫ് ഇൻഡിജിനസ് പീപ്പിളിനെ നമുക്ക് കാണാൻ പറ്റുക. അതേപോലെ തന്നെ എന്താണ് ഇൻഡിജിനസ് പീപ്പിൾ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡിസ്റ്റിങ്റ്റീവ്നെസ് ഓഫ് ദർ യൂണിക് ട്രഡീഷൻ. അവരുടെ ഒരു യൂണിക് ആയിട്ടുള്ള ട്രഡീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ അവരെ എന്താ കാറ്റഗറൈസ് അല്ലെങ്കിൽ ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. ഇനി പറയുന്നത് ദ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ ആണ്. അപ്പൊ നമുക്കറിയാം പലരും പല തരത്തിലാണ് നമ്മൾ ഇൻഡിജിനസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോ എറ്റിമോളജിക്കലി പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ആ വേർഡ് എങ്ങനെയാണ് എമേർജ് ചെയ്ത് വന്നതെന്നുള്ളത് നോക്കുകയാണെങ്കിൽ ദ ടേം ഇൻഡിജിനസ് ഡ്രൈവ് ഫ്രം ലാറ്റിൻ വേർഡ് ഇൻഡിജിന എന്നുള്ള ലാറ്റിൻ വേർഡ് നിന്നാണ് നമ്മുടെ ഇൻഡിജിനസ് എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വേർഡ് ഡ്രൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ദെൻ മെയ്ഡ് അപ്പ് ഓഫ് 2 വേർഡ്സ് ആണ് ഈ ഇൻഡിജിനിയസ് അല്ലെങ്കിൽ ഇൻഡിജിന എന്നുള്ള വേർഡ് എന്ന് പറയുന്നത്. ഇൻഡിജിന എന്നുള്ള വേർഡ് 2 വേർഡിൽ നിന്നാണ് ഡ്രൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഫസ്റ്റ് പറയുന്നത് ഇന്ത്യ മീനിങ് വിത്തിൻ. ഇന്ത്യ മീൻസ് വിത്തിൻ എന്നാണ് അർത്ഥം വരുന്നത്. ആൻഡ് ജെൻ ഓർ ജനറെ മീനിങ് റൂട്ട്സ് ആണ്. അപ്പൊ വിത്തിൻ ദ റൂട്ട് എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മുടെ ഈ പറഞ്ഞ ഇൻഡിജൻ അല്ലെങ്കിൽ ഇൻഡിജിനസ് എന്നുള്ള വേർഡ് ഡ്രൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ലാറ്റിൻ വേർഡ് ആയിട്ടാണ് പറയുന്നത്. സോ ഇൻ അതർ വേർഡ്സ് ദ ടേം ഇൻഡിജിനസ് റെഫർ ടു അത് നമ്മൾ പല പേരിലാണ് നമ്മൾ ഈ ഇൻഡിജിനസ് എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വേർഡ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ടേമിന് നമ്മൾ എന്താണ് പല വേർഡ്സിലാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ബോൺ എന്ന് പറയാറുണ്ട്. സംതിങ് ദാറ്റ് കം ഫ്രം ദി കൺട്രി ഇൻ വിച്ച് ഇറ്റ് ഈസ് ഫൗണ്ട് പറയാറുണ്ട്. നാറ്റീവ് ഓഫ് പറയാറുണ്ട് ഓർ അബോറിജിൻ പറയാറുണ്ട്. ഇൻ കോൺട്രാസ്റ്റ് ടു ഫോറിൻ ഓർ ബ്രോട്ട് ഇൻ എന്നൊക്കെ നമ്മൾ എന്താ ഇത്തരത്തിലുള്ള ടേംസ് ഒക്കെ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഇൻഡിജിനസ് പീപ്പിളിനെ നമ്മൾ എന്താ പറയാ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. അതേപോലെ തന്നെ ദ വേർഡ് ഇൻഡിജിനസ് യൂസ്ഡ് ഇൻ എ പ്യുവർലി adjectival sense has a common meaning of from or ഓഫ് ദി ഒറിജിനൽ ആണ് നമ്മൾ പറയുന്നത്. ഫ്രം അല്ലെങ്കിൽ ഓഫ് ദി എന്താ ഒറിജിനൽ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓർ ഗ്രൂപ്പ് ഓർ ദ കൾച്ചർ റിഗാർഡ് ആസ് കമ്മിങ് ഫ്രം എ ഗിവൻ പ്ലേസ്. അതായത് മെയിൻ ആയിട്ട് എന്താണ് ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് ഒന്നെങ്കിൽ ഫ്രം എന്നുള്ള ഇതിൽ പറയുന്നത് അല്ലെങ്കിൽ അതായത് ഒറിജിനൽ എന്നൊരു കാറ്റഗറിയിലാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻഡിജിനസ് പീപ്പിളിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. So anthropology defined the term indigenous as referring to someone or something that is native or originating from a given place or original inhabitant of the specific geographical area. നമ്മുടെ ആന്ത്രപ്പോളജി ഇൻഡിജിനസ് എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വേർഡിനെ ഡിഫൈൻ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ സംവൺ അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലും ദാറ്റ് ഈസ് നേറ്റീവ് ആയിട്ടുള്ള ഒന്നായിരിക്കാം. ഓർ ഒറിജിനേറ്റിംഗ് ഫ്രം എ ഗിവൻ പ്ലേസ് അല്ലെങ്കിൽ ഒരു ഗിവൻ പ്ലേസിന് ഒറിജിനേറ്റ് ചെയ്തായിരിക്കാം. ഓർ ഒറിജിനൽ ഇൻഹാബിറ്റന്റ് ഓഫ് ദി സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഏരിയ അല്ലെങ്കിൽ എന്താണ് ആ ഒരു സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഏരിയയുടെ ഒറിജിനൽ ആയുള്ള ഇൻഹാബിറ്റന്റ് ആയിരിക്കാം. ഈ കാറ്റഗറിയിലെല്ലാം പെടുന്ന ആൾക്കാരാണ് നമ്മൾ ആന്ത്രപ്പോളജിയിൽ നമ്മൾ ഇൻഡിജിനസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വേർഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. So while the term indigenous people is used in international instrument, these peoples are often known as നമ്മുടെ ഇൻഡിജിനസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ അവരെ പല പേരിൽ നമ്മൾ അറിയപ്പെടും. നമുക്ക് ഇവിടെ നമ്മൾ ആദിവാസി പറയാറുണ്ട്, നേറ്റീവ് പറയാറുണ്ട്, ഹില്ലി പീപ്പിൾ, നൊമാഡ്സ് പറയാറുണ്ട്, ഒക്കെ പറയാറുണ്ട്. അപ്പൊ അതേപോലത്തെ പല ടേംസ് നമ്മൾ ഇൻഡിജിനസ് എന്നുള്ള ഒറ്റ വേർഡിന് വേണ്ടി നമ്മൾ പല ടേംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ അതൊക്കെയാണ് ഫസ്റ്റ് പറയുന്നത്. ട്രൈബ്സ് എന്ന് പറയാറുണ്ട്, നേറ്റീവ്സ് പറയാറുണ്ട്, ഒറിജിനൽ, അതുപോലെ തന്നെ ഫസ്റ്റ് ബോൺ ഓർ നേഷൻസ്, അബോർജിനീസ് പറയാറുണ്ട്, എത്നിക് ഗ്രൂപ്പ്സ് പറയാറുണ്ട്, ആദിവാസി ഓർ ജനജാതി, ഇന്ത്യോസ്, അതുപോലെ തന്നെ പ്യൂബ്ലോസ് ഒറിജിനോറിയോസ്, അതുപോലെ തന്നെ ഒറിജിനൽ പോപ്പുലേഷൻ, നൊമാഡ്സ്, ഹിൽ പീപ്പിൾ. ഇത്രയും ടേംസിൽ നമ്മൾ എന്താണ് നമ്മൾ ഈ പറഞ്ഞ ഇൻഡിജിനസ് പീപ്പിൾസ് എന്നുള്ള ആ ഒരു വേർഡിന് നമ്മൾ എന്താ പറയുക ടേംസ് പലതരത്തിലുള്ള ടേംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്.
Then, during the late 20th century, the term indigenous people evolved into a legal category. ഒരു 20th century കഴിയാറായി കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ഈ ഒരു ഇൻഡിജിനസ് എന്നുള്ള കോൺസെപ്റ്റിൽ ഞാൻ ആ ടേം എന്താണ് ഒരു ലീഗൽ കാറ്റഗറിയിലോട്ടേക്ക് ഇവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് റെഫർ ടു കൾച്ചറലി ഡിസ്റ്റിങ് ഗ്രൂപ്പ് ദാറ്റ് ഹാഡ് ബീൻ അഫക്റ്റഡ് ബൈ ദ പ്രോസസ് ഓഫ് colonization ആണ് പറയുന്നത്. So to reach its current understanding in international law, the meaning of the term indigenous seem to have evolved through several distinct phases. ഇപ്പൊ നമ്മുടെ നമ്മളിപ്പോ കാണുന്ന ഒരു എന്താ പറയുക ഇൻഡിജിനസ് ഉള്ള കോൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത് പല ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസസിൽ കൂടിയാണ് ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇതാണ് എന്ത് പറയുന്നത് നമ്മുടെ ആ ഒരു കോൺസെപ്റ്റിന്റെ ഇൻഡിജിനസ് ഉള്ള കോൺസെപ്റ്റിന്റെ ചെറിയൊരു മീനിങ് ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് അതിന്റെ ഡെഫിനേഷൻസ് ആണ്. സോ ഡിഫൈനിങ് ഇൻഡിജിനസ് പീപ്പിൾ, ആ ഒരു ഇൻഡിജിനസ് പീപ്പിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. So the term indigenous or its equivalent has been used in anthropology to describe group called tribe for quite some time. നമ്മുടെ ഈ പറഞ്ഞ ഇൻഡിജിനസ് ഉള്ള ടേം നമ്മൾ അല്ലെങ്കിൽ അതിനോട് ഇക്വലന്റ് ആയിട്ടുള്ള ടേംസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആന്ത്രപ്പോളജിയിൽ യൂസ് ചെയ്യുന്നത് എന്താ ടു ഡിസ്ക്രൈബ് ഗ്രൂപ്പ്. അത് എങ്ങനത്തെ ഉള്ളതാണ് ട്രൈബ്സ് ഫോർ ക്വൈറ്റ് സം ടൈം, കുറച്ച് സമയത്തേക്ക് എന്താ ക്വൈറ്റ് സം ടൈം ട്രൈബ് ആയിട്ട് നമ്മൾ അവരെ കൺസിഡർ ചെയ്യുന്നു. ആ രീതിക്കാണ് നമ്മൾ ഇൻഡിജിനസ് ഉള്ള കോൺസെപ്റ്റ് നമ്മൾ ആന്ത്രപ്പോളജിയിൽ യൂസ് ചെയ്യുന്നത്. However, there is no universal agreement on the definition of the word indigenous peoples. അപ്പൊ എന്താ ഒരു ഡെഫിനിഷൻ, അത് യൂണിവേഴ്സലി അഗ്രി ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമ്മുടെ ഇൻഡിജിനസ് പീപ്പിൾസിൽ നമുക്ക് കാണാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് എന്താ നമ്മൾ പലരും പല രീതിയിൽ പറയുമെങ്കിലും ഒരു ഡെഫിനിഷൻ പോലും നമ്മൾ യൂണിവേഴ്സലി ഈ പറഞ്ഞ ഇൻഡിജിനസ് പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. Many prominent scholars have developed their definitions with different element to characterize indigenous people. അപ്പൊ എന്താ നമ്മുടെ പല ഡിഫറെന്റ് ആയിട്ടുള്ള സ്കോളേഴ്സും എന്താണ് അവരുടേതായിട്ടുള്ള രീതിയിൽ ഈ പറഞ്ഞ നമ്മുടെ ഡിഫറെന്റ് എലമെന്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ഇൻഡിജിനസ് പീപ്പിൾസിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴും എന്താണ് യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനേഷൻ എന്താണ് ഇൻഡിജിനസ് കാറ്റഗറിക്ക് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. So, in her acclaimed work, The Indigenous Voice in the World Politics, Ranke Wilmer examined the global historical process of moral exclusion undertaken by Western powers against indigenous peoples. പിന്നെ എന്താണ് അപ്പൊ ഈ ഒരു നമ്മുടെ റാങ്കി വിൽമറിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ഇൻഡിജിനസ് വോയിസ് ഇൻ വേൾഡ് പൊളിറ്റിക്സ് പറയുന്നത്. അതിനകത്ത് എന്താണ് ഇവരുടെ ആയിട്ടുള്ള മോറൽ എക്സ്ക്ലൂഷൻസും അവര് ഇൻഡിജിനസ് പീപ്പിൾസിന് അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായിട്ടുള്ള വെസ്റ്റേൺ പവേഴ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഷി ഡിഫൈൻ ഇൻഡിജിനസ് പീപ്പിൾസ്. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ റാങ്കി വിൽമർ എന്ന് പറഞ്ഞ എന്താ വ്യക്തി ഈ പറഞ്ഞ നമ്മുടെ ഇൻഡിജിനസ് പീപ്പിൾസിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് വിത്ത് ട്രഡീഷൻ ബേസ്ഡ് കൾച്ചർ. അതായത് എന്താ ഒരു കൂട്ടം ആൾക്കാർ അവർക്ക് ഒരു ട്രഡീഷൻ ബേസ്ഡ് ആയിട്ടുള്ള കൾച്ചർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഹു ആർ പൊളിറ്റിക്കലി ഓട്ടോണമസ് ബിഫോർ കൊളോണൈസേഷൻ മുമ്പ് എന്താണ് അവർ പൊളിറ്റിക്കലി ഓട്ടോണമസ് ആയിരുന്നു എന്നുള്ളത് ഒരു കാറ്റഗറി. അത്തരത്തിലുള്ള കാറ്റഗറിയിൽ നമ്മൾ ഇൻഡിജിനസ് ആയിട്ടാണ് ആര് പറയുന്നത് ഈ പറഞ്ഞ റാങ്കെ വിൽമർ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ who in the aftermath of colonization and or decolonization continue to struggle for the preservation of their cultural integrity, economic self-reliance and political independence by resisting the assimilation policies of നേഷൻ സ്റ്റേറ്റ്. അതെന്താ പിന്നെ പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ കൊളോണൈസേഷൻ ശേഷം ഡീകൊളോണൈസേഷൻ വന്ന സമയത്ത് എന്താണ് അത് നമ്മുടെ അവര് അപ്പോഴും എന്താ സ്ട്രഗിൾ ചെയ്തിരിക്കുകയാണ്. അവരുടെ ഒരു കൾച്ചറൽ ഇന്റഗ്രിറ്റി, അവരുടെ ഒരു അവർക്കൊരു എക്കണോമിക് ആയിട്ടുള്ള സെൽഫ് റിലയൻസ് ഉണ്ടാവണം, അവരുടെ പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് അവർക്ക് കിട്ടണം. ആ രീതിക്കൊക്കെ വേണ്ടി അവരെന്താണ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഈ ഒരു 3 എന്താ പറയുക ഒരു പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ റാങ്കി വിൽമർ എന്ന് പറഞ്ഞ വ്യക്തി എന്താണ് നമ്മുടെ ഇൻഡിജിനസ് പീപ്പിൾസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. Then anthropologist John Bowdley developed an even more inclusive definition of indigenous people by simply describing them as a group of people. അതായത് ആന്ത്രപ്പോളജിസ്റ്റ് ആയിട്ടുള്ള ജോൺ ബോഡ്ലി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി എന്താണ് നമ്മുടെ ഇൻഡിജിനസ് പീപ്പിൾസിനെ കുറച്ചുകൂടെ മോർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള രീതിക്ക് ഒരു ഡെഫിനിഷൻ നമ്മുടെ നമ്മുടെ ഇൻഡിജിനസ് പീപ്പിൾസിന് വേണ്ടി കൊണ്ടുവന്നേക്കാണ്. സോ അതിനകത്ത് അവർ പറയുന്നത് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഇൻഡിജിനസ് പീപ്പിൾസിനെ ഡിസ്ക്രൈബ് ചെയ്തേക്കാണ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, ഒരു കൂട്ടം ആൾക്കാരാണ് who identify themselves with a specific small scale cultural heritage. ഇവരുടെ ഒരു ഐഡന്റിറ്റി എങ്ങനെയായിരിക്കും അവരുടേതായ ഒരു ഐഡന്റിറ്റി അവർക്ക് ഉണ്ടായിരിക്കും, അത് സ്പെസിഫിക് ആയിരിക്കും, ഒരു സ്മോൾ സ്കെയിൽ കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ള രീതിക്കാണ് ഇവർ നമ്മൾ ഡിഫൈൻ ചെയ്തത് എന്നുള്ളതാണ് ആര് പറയുന്നത് ജോൺ ബോഡ്ലെ പറയുന്നത്. അതേപോലെ തന്നെ ഇനിയുള്ളതെന്ന് വെച്ചാൽ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തേക്കാണ് നമ്മുടെ ഇൻഡിജിനസ് പീപ്പിളും ട്രൈബൽ പീപ്പിളും എങ്ങനെയാണെന്നുള്ള അവരുടെ ഒരു സബ്ജക്റ്റീവ് ക്രൈറ്റീരിയയിൽ അവരെങ്ങനെയാണ്, ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയയിൽ അവരെങ്ങനെയാണെന്നുള്ള ഒരു ബോക്സ് കൊടുത്തേക്കാണ്. സോ ഫസ്റ്റ് പറയുന്നത് ഇൻഡിജിനസ് പീപ്പിൾസ് ആണ്. ഇൻഡിജിനസ് പീപ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ നമ്മൾ സബ്ജക്റ്റീവ് ക്രൈറ്റീരിയയിൽ ഇൻഡിജിനസ് പീപ്പിൾ പറയുകയാണെങ്കിൽ സെൽഫ് ഐഡന്റിഫിക്കേഷൻ ആസ് ബിലോങ്ങിങ് ടു ആൻ ഇൻഡിജിനസ് പീപ്പിൾ ആണ്. അപ്പൊ അവിടെ ഒരു സെൽഫ് ഐഡന്റിഫിക്കേഷൻ ആണ് ഇൻഡിജിനസ് പീപ്പിൾസിന് സബ്ജക്റ്റീവ് ക്രൈറ്റീരിയയിൽ എടുത്ത് പറയുന്നത്. പക്ഷെ അവരുടെ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയയിൽ പറയുകയാണെങ്കിൽ the descent from population who inhabited the country or geographical region at the time of conquest
colonization or establishment of present state boundaries. അപ്പോൾ ഒബ്ജക്റ്റീവ് ആയിട്ട് അവർ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യമായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ എന്താ, അവരൊരു ഡിസെന്റ് ഫ്രം പോപ്പുലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് അവരൊരു കൺട്രിയിലോ അവര് ഒരു കൺട്രിയിൽ ജീവിച്ചിരുന്ന ഇൻഹാബിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം, ഒരു ജോഗ്രഫിക്കൽ റീജിയനിൽ, അതും എന്താണ് ആ ഒരു കോൺക്വിസ്റ്റിന്റെ ടൈമിലോ അല്ലെങ്കിൽ നമ്മുടെ കൊളോണലൈസേഷന്റെ ടൈമിലോ എന്താണ്, അല്ലെങ്കിൽ ആ നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് ബൗണ്ടറി എന്താ പറയാ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ടൈമിലോ ആ ഒരു എന്താ പറയാ കൺട്രിയിൽ ജീവിച്ചിരുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെ ആ രീതിക്കാണ് എന്ത് പറയുന്നത്, ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയയിൽ നമ്മൾ ഇൻഡിജിനസ് പീപ്പിൾസ് നമ്മൾ പറയുന്നത്. സോ ദേ റിറ്റെയിൻ സം ഓർ all of their own social, economic, cultural and political institution irrespective of their legal status എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ നമ്മൾ പറയുന്നത്. ഇതാണ് എന്ത് പറയുന്നത്, ഇൻഡിജിനസ് പീപ്പിൾസിനെ പറയുന്നത്. ഇനി നമ്മൾ ട്രൈബൽ പീപ്പിളിന്റെ സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ, ട്രൈബൽ പീപ്പിളിന്റെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ സെൽഫ് ഐഡന്റിഫിക്കേഷൻ ആസ് ബിലോങ് ടു എ ട്രൈബൽ പീപ്പിൾ. അവരുടെ ഒരു സെൽഫ് ഐഡന്റിഫിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് അവർ ട്രൈബൽ പീപ്പിൾ ഉള്ളതാണ് പറയുന്നത്. മറ്റേ ഇൻഡിജിനസ് പീപ്പിളും അത് തന്നെയാണ് പറയുന്നത്. സബ്ജക്റ്റീവ് പറയുന്നത് അവര് സെൽഫ് ഐഡന്റിഫിക്കേഷൻ ആസ് ബിലോങ് ടു ഇൻഡിജിനസ് പീപ്പിൾ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലോട്ടേക്ക് വരികയാണെങ്കിൽ ദർ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ ഡിസ്റ്റിംഗ്വിഷ് ദം ഫ്രം അതർ സെക്ഷൻസ് ഓഫ് ദി നാഷണൽ കമ്മ്യൂണിറ്റി. അവരുടെ ഈ ട്രൈബൽ പീപ്പിളിനെ നോക്കുകയാണെങ്കിൽ എന്താ, അവരുടെ ഒരു സോഷ്യലും കൾച്ചറലും എക്കണോമിക് ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ എന്താണ് അവരെ ഈ പറഞ്ഞ അതർ നമ്മുടെ നാഷണൽ കമ്മ്യൂണിറ്റീസിലുള്ള അതർ സെക്ഷൻസ് ആയിട്ട് നമ്മളെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് മാറ്റി നിർത്തുന്നതാണ് പറയുന്നത്. അതാണ് ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ ആയിട്ട് ട്രൈബൽ പീപ്പിൾസിന് പറയുന്നത്. So their status is regulated the wholly or partially by their own customs or traditions or by special laws or regulations. അവരുടെ അവരുടെ സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെയായിരിക്കും, അതൊക്കെ ഒന്നെങ്കിൽ ഫുള്ളി റെഗുലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ പാർഷ്യലി ബൈ their own customs, അവരുടെ ഓൺ കസ്റ്റംസ് ആയിരിക്കാം, ട്രഡീഷൻസ് ആയിരിക്കാം, ഓർ ബൈ എന്താ സ്പെഷ്യൽ ലോസ് ഓർ റെഗുലേഷൻസ് ആയിരിക്കും അവരുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ആ ഒരു ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയയിലെ ട്രൈബൽ പീപ്പിൾസിന് പറയുന്നത്. So in order to identify rather than define indigenous identities, most of the researchers use the working definitions provided by the നമ്മൾ ഈ പറഞ്ഞ ഇൻഡിജിനസ് പീപ്പിൾസിന് എന്താണ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റീസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് മോസ്റ്റ് ഓഫ് ദി റിസർച്ചേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ ഡെഫിനേഷൻസ് പ്രൊവൈഡ് ബൈ ആരുടെ ഡെഫിനേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അപ്പം ILOന്റെ ഡെഫിനേഷൻസ് അവർ യൂസ് ചെയ്യാറുണ്ട്, കൺവെൻഷൻ 169 യൂസ് ചെയ്യാറുണ്ട്, ആൻഡ് ദ ഡ്രാഫ്റ്റ് UN റെസൊല്യൂഷൻ ഓൺ ഇൻഡിജിനസ് റൈറ്റ്. ഇവര് മൂന്നും കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻസും അവര് മൂന്നും ഇൻഡിജിനസ് പീപ്പിൾസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കൂടുതൽ റിസർച്ചേഴ്സും ഈ പറഞ്ഞ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവര് യൂസ് ചെയ്യുന്നത്. So both approaches emphasize that self-identification by indigenous people should be used as main criterion. അവരുടെ സെൽഫ് ഐഡന്റിഫിക്കേഷൻ ആണ് നമ്മൾ എന്താണ് അവരുടെ ഒരു മേജർ ക്രൈറ്റീരിയൻ ആയിട്ട് നമ്മൾ എടുത്തു പറയുന്നത്. While at the same time underlying the following commonalities shared by indigenous identities including. അപ്പൊ നമ്മൾ ഒരു സെൽഫ് ഐഡന്റിഫിക്കേഷൻ നമ്മൾ എടുത്തു പറഞ്ഞെങ്കിലും അത് കൂടാണ്ടുള്ള കുറച്ച് എന്താ പറയാ ഒരു ഐഡന്റിറ്റീസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോമണാലിറ്റി ആയിട്ട് നമ്മൾ എടുത്തു പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി വിത്ത് പ്രീ കൊളോണിയൽ സൊസൈറ്റി. അവർക്കൊരു പ്രീ കൊളോണിയൽ സൊസൈറ്റി ആയിട്ട് എന്തായാലും ഒരു ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി എപ്പോഴും ഉണ്ടായിരിക്കും, ആ ഒരു കണ്ടിന്യൂഷൻ അവരുടെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സ്ട്രോങ് ലിങ്ക് ടു ടെറിട്ടറി ആയിട്ട് സ്ട്രോങ് ലിങ്ക് ഉണ്ടായിരിക്കും. ഡിസ്റ്റന്റ് ആയിട്ടുള്ള സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റംസ് ആയിരിക്കും. ഡിസ്റ്റന്റ് ആയിട്ട് ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് ബിലീഫ്സ് ആയിരിക്കും. സെൽഫ് ഐഡന്റിഫിക്കേഷൻ ആസ് ഡിഫറെന്റ് ഫ്രം നാഷണൽ സൊസൈറ്റി. ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ എന്താണ് അവരുടെ സെൽഫ് ഐഡന്റിഫിക്കേഷൻ കൂടാണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളോട് എന്താ പറയുക ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇൻഡിജിനസ് പീപ്പിൾസ് നമ്മൾ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി ഇന്നതാണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ മോർ ക്ലോസ്ലി ഫോളോ IWGIAs, അത് ഇന്റർനാഷണൽ വർക്ക് ഗ്രൂപ്പ് ഫോർ ഇൻഡിജിനസ് അഫയേഴ്സ് ഡെഫിനേഷൻ ഇൻ ദർ വർക്ക് പ്രോഗ്രാം. അത് നമ്മുടെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ എന്താണ് ഈ പറഞ്ഞ IWGIAന്റെ ഡെഫിനേഷൻ ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് എന്താ ഇന്റർനാഷണൽ വർക്ക് ഗ്രൂപ്പ് ഫോർ ഇൻഡിജിനസ് അഫയേഴ്സ് എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് എന്ത് പറയുന്നത് നമ്മുടെ ആ ഒരു ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാർ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഇൻഡിജിനസ് പീപ്പിൾസിനെ ഡിഫൈൻ ചെയ്യുന്നുള്ള പറയുന്നത്. എപ്പോഴും പറയുന്നുണ്ട് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സലി എഗ്രി ചെയ്തിട്ടുള്ള ഒരു ഡെഫിനേഷനോ ആർക്കില്ല, നമ്മുടെ ഇൻഡിജിനസ് പീപ്പിൾസിന് ഇല്ലെന്നാണ് പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇവിടെ നമ്മുടെ ഇൻഡിജിനസ് പീപ്പിൾ എന്നുള്ള കോൺസെപ്റ്റിനെ യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഡെഫിനേഷൻ ഇല്ലെന്നാണ് പറയുന്നത്. സോ ആസ് എ റിസൾട്ട് UNDRIP, അതായത് നമ്മുടെ UN ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ എന്നുള്ളത് 2007 പറഞ്ഞിട്ടുള്ളത് ഡസ് നോട്ട് പ്രൊവൈഡ് എനി ഫോമൽ ഡെഫിനേഷൻ ഓഫ് ദി ടേം ഇൻഡിജിനസ് പീപ്പിൾ എന്നാണ്. അപ്പൊ ഇൻഡിജിനസ് പീപ്പിൾ എന്നുള്ള കോൺസെപ്റ്റിന് ഒരു തരത്തിലുള്ള ഫോമൽ ഡെഫിനേഷനും പ്രൊവൈഡ് ചെയ്യേണ്ട എന്നുള്ളതായിരുന്നു ഈ ഒരു നമ്മുടെ UNDRIPയുടെ ഡിക്ലറേഷനിൽ പറയുന്നത്. So considering the diversity of indigenous people, an official definition of indigenous has not been adopted by any UN system or body.
എന്താണ് ഒരു തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ ഡെഫിനേഷൻ എന്താണ് ഇൻഡിജിനസ് പീപ്പിളിൽ അവരുടെ ഒരു ഡൈവേഴ്സിറ്റി കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് ഒരു ഒഫീഷ്യൽ ഡെഫിനേഷൻ ഒന്നും എന്താണ് നമ്മുടെ UN സിസ്റ്റോ ബോഡി ഒന്നും അഡോപ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. So instead, the system has developed a modern understanding of this term based on the following criteria. അപ്പൊ എന്താ അതിന് പകരമായിട്ട് എന്താണ് കുറച്ച് ക്രൈറ്റീരിയാസ് കൊടുത്തത്, ഒരു ഡെഫിനിഷൻ അല്ല, പക്ഷെ കുറച്ച് ക്രൈറ്റീരിയാസിന്റെ ബേസിസിലാണ് ഇവരൊക്കെ എന്താണ് നമ്മുടെ ഇൻഡിജിനസ് പീപ്പിൾസിനെ കാറ്റഗറൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളൊക്കെയാണ് ഇൻഡിജിനസ് പീപ്പിൾ എന്നുള്ളത് അവര് എന്താ പറയാ ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ റെഫർ ചെയ്തിരുന്നത് ചെറിയ ക്രൈറ്റീരിയാസിന്റെ ബേസിലായിരുന്നു. സോ ഫസ്റ്റ് പറയുന്നത് സെൽഫ് ഐഡന്റിഫിക്കേഷൻ ആണ്. ആസ് ഇൻഡിജിനസ് പീപ്പിൾ അറ്റ് ദി ഇൻഡിവിജ്വൽ ലെവൽ ആൻഡ് അക്സെപ്റ്റഡ് ബൈ ദി കമ്മ്യൂണിറ്റി ആസ് ദർ മെമ്പർ. ഒരു ഇൻഡിവിജ്വൽ ലെവലിലാണെങ്കിലും എന്താണ് അത് ആ ഒരു സെൽഫ് ഐഡന്റിഫിക്കേഷൻ പറയുമ്പോൾ ഈ നമ്മുടെ ഇൻഡിജിനസ് പീപ്പിൾ എന്നുള്ളത് അവരുടെ ഇൻഡിവിജ്വൽ ലെവലിൽ പറയുകയാണെങ്കിലും ആൻഡ് അക്സെപ്റ്റഡ് ബൈ കമ്മ്യൂണിറ്റി ആസ് ദർ മെമ്പർ എന്ന് പറയുന്ന ആ ഒരു രീതിക്കാണ് ഇവർ നമ്മുടെ സെൽഫ് ഐഡന്റിഫിക്കേഷൻ ഉള്ള രീതിയിലോട്ടേക്ക് പറയുന്നത്. പിന്നെ എന്താ ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി വിത്ത് പ്രീ കൊളോണിയൽ സൊസൈറ്റി ആയിട്ടൊക്കെ അവർക്ക് ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി, അതേപോലെ തന്നെ എന്താ സ്ട്രോങ് ലിങ്ക് ടു ടെറിട്ടറി, അവർക്ക് ടെറിട്ടറി ആയിട്ട് സ്ട്രോങ് ലിങ്ക് ഉണ്ടായിരിക്കും. ടെറിട്ടറി മാത്രമല്ല സറൗണ്ടിങ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സൊക്കെ ആയിട്ട് അവർക്ക് ഒരു സ്ട്രോങ് ലിങ്ക് എപ്പോഴും ഉണ്ടായിരിക്കും. സോ ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് ഈ പറഞ്ഞ UN ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെ എന്താണ് ഇൻഡിജിനസ് പീപ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ അവർക്ക് ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ഡിസ്റ്റന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് കൾച്ചറൽ ബിലീഫ്സ് ആയിരിക്കും. അതേപോലെ തന്നെ അവരെ ഒരു ഫോം നോൺ ഡോമിനന്റ് ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി ആയിരിക്കും. അവരുടെ ഇടയിൽ ഒരു ഡൊമിനേഷൻ അല്ലെങ്കിൽ ഡൊമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഫീച്ചറോ കാര്യങ്ങളോ ഡൊമിനന്റ് കാണിക്കുന്ന അല്ലെങ്കിൽ ഡൊമിനൻസ് കാണിക്കുന്ന ഒരു ഫീച്ചറോ ഒന്നും അവരുടെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെന്താണ് ഒരു നോൺ ഡൊമിനന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കും ഇൻഡിജിനസ് പീപ്പിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് അവരുടെ എന്താണ് അത് റിസോൾവ് ടു മെയിൻറ്റെയിൻ ആൻഡ് റിപ്രൊഡ്യൂസ് ദർ ആൻസെസ്ട്രൽ എൻവയോൺമെന്റ് ആൻഡ് സിസ്റ്റം ആസ് ഡിസ്റ്റിങ്ക്ട് പീപ്പിൾ ആൻഡ് കമ്മ്യൂണിറ്റി. അത് ഈ പറഞ്ഞ ഇൻഡിജിനസ് ആൻഡ് ട്രൈബൽ പീപ്പിൾ ആർ ഓഫൺ നോൺ ബൈ നാഷണൽ ടേം സച്ച് ആസ് നേറ്റീവ് പീപ്പിൾസ്. നമ്മൾ ഇൻഡിജിനസ് ആണെങ്കിലും ട്രൈബ് ആണെങ്കിലും നമ്മളൊരു നാഷണൽ ടേംസിൽ പറയുന്നതാണ് എന്ത് അവരെ നമ്മൾ രണ്ട് കൂട്ടരെയാണെങ്കിലും നമ്മൾ നേറ്റീവ് പീപ്പിൾ എന്ന് പറയാറുണ്ട്, അബോറിജിനൽ പീപ്പിൾസ് പറയാറുണ്ട്, ഫസ്റ്റ് നേഷൻസ് പറയാറുണ്ട്, ആദിവാസി, ജനജാതി, ഹണ്ടർ, ഗാദറേഴ്സ്, അതുപോലെ തന്നെ എന്താ പറയാ ഓർ ദ ഹിൽ ട്രൈബ്സ് വരെ നമ്മൾ പറയാറുണ്ട്. അപ്പം ആദിവാസിയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ്. ഹണ്ടർ ഗ്യാദറേഴ്സ് എന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നോമാഡ്സ് എന്നൊക്കെ പറയാറുണ്ട്. അതിനാണ് നമ്മൾ ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ഇൻഡിജിനസ് പീപ്പിൾസിനാണെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ ട്രൈബൽസിനാണെങ്കിലും നമ്മൾ ചില ടേംസ് ആയിട്ട് സിമിലാരിറ്റി ആയിട്ട് പറയുന്നത്. സോ ഗിവൻ ദ ഡൈവേഴ്സിറ്റി ഓഫ് peoples it aims at protecting, the convention uses the inclusive terminology of indigenous and tribal people and ascribe the same set of right to both group. എന്താ നമ്മുടെ ഈ പറഞ്ഞ ഇവരുടെ ഡൈവേഴ്സിറ്റി അനുസരിച്ചിട്ടൊക്കെ എന്താണ് ഈ കൺവെൻഷനും കാര്യങ്ങളൊക്കെ ഒരു ഇൻക്ലൂസീവ് ടെർമിനോളജി കൊണ്ടുവന്നേക്കാണ് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറെ ക്രൈറ്റീരിയ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ എന്താ ഇവരെ ഇൻഡിജിനസ് അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിൾ എന്നാണ് വിളിക്കുന്നത്. ഇവർക്ക് രണ്ട് കൂട്ടർക്കും എന്താണ് സെയിം സെറ്റ് ഓഫ് റൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഇൻഡിജിനസിന് വേറെ ട്രൈബൽസിന് വേറെ അങ്ങനെയില്ല. ട്രൈബൽസ് ആണെങ്കിലും ഇൻഡിജിനസ് പീപ്പിൾസ് ആണെങ്കിലും എന്താണ് സെയിം സെറ്റ് ഓഫ് റൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഉള്ളത്. സോ ദ ILO നമ്മുടെ ILO definition include both historical disruption caused by colonization and situation outside that context during the formation of the present state boundary. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ILOയുടെ ഡെഫിനിഷനിൽ പറയുന്നത് എന്താണ് അവരുടെ ആ ഒരു ഹിസ്റ്റോറിക്കൽ ഡിസ്ട്രപ്ഷൻ വരുന്നത് ഒന്ന് കൊളോണൈസേഷന്റെ സിറ്റുവേഷൻ പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ കൊളോണൈസേഷൻ കാരണം ഉണ്ടായിട്ടുള്ള ഡിസ്ട്രപ്ഷൻ, പിന്നെന്താ സിറ്റുവേഷൻ ഔട്ട്സൈഡ് ദാറ്റ് കോണ്ടെക്സ്റ്റ് ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് ദി പ്രസന്റ് സ്റ്റേറ്റ് ബൗണ്ടറി. ആ ഒരു സിറ്റുവേഷൻ ഔട്ട്സൈഡ് പറയുമ്പോൾ എന്താ ഒരു നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഫോർമേഷൻ ടൈമിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ആ ഒരു കോണ്ടെക്സ്റ്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് എന്താ ഇവരുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഡിസ്ട്രപ്ഷന്റെ കാര്യങ്ങളായിട്ട് പറയുന്നത്. So this definition could apply to both European settler state as well as Asian or African state. ഈ ഒരു ഡെഫിനേഷൻ മെയിൻ ആയിട്ട് എന്താണ് കുറച്ചും കൂടെ യൂറോപ്യൻ സെറ്റിലേഴ്സ് ആയിട്ടുള്ള സ്റ്റേറ്റിനും അതുപോലെ തന്നെ ഏഷ്യൻ ഓർ ആഫ്രിക്കൻ സ്റ്റേറ്റിനുമാണ് ഈ ഒരു ഡെഫിനേഷൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. So nevertheless, according to treaty law, this definition applies only to those state who are party to the convention. ഈ കൺവെൻഷനിൽ പാർട്ടി ചേർന്നിട്ടുള്ള സ്റ്റേറ്റ് മാത്രമാണ് അല്ലെങ്കിൽ സ്റ്റേറ്റുകൾക്ക് മാത്രമാണ് ഈ ഡെഫിനേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളത് പറയുന്നത്. So as of June 2012, ILO Convention 169 പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടെണ്ണം ഉണ്ട്. അപ്പം 169 was ratified by only 22 countries and only the Asian state that remain a party to this convention is Nepal, which joined this treaty regime in the year 2007. അതായത് എന്താ നമ്മുടെ 2012 ജൂണിലത്തെ ഈ പറഞ്ഞ കൺവെൻഷൻ ILOന്റെ കൺവെൻഷൻ 169 പ്രകാരം എന്താണ് അവർ 22 കൺട്രീസ് റatiഫൈ ചെയ്ത് വന്നപ്പോൾ എന്താണ് റatified by only 22 countries and the only Asian state ഒരു ഏഷ്യൻ സ്റ്റേറ്റ് ആണ് എന്ത് റിമൈൻ എ പാർട്ടി ടു ദിസ് കൺവെൻഷൻ. അവരെന്താണ് ആ ഒരു കൺവെൻഷനിൽ പാർട്ടിയായിട്ട് നിന്നിട്ടുള്ളത് അത് നേപ്പാളാണ്. ആ നേപ്പാൾ എന്ന് പറയുന്നത് എന്താ ആ ഒരു ട്രീറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് 2007 പറയുന്നത്. So further in the earlier
ILO കൺവെൻഷൻ 107. ഇപ്പൊ നമ്മൾ 169 ആയിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇനി പറയാൻ പോകുന്നത് എന്താണ്, അത് കൂടാണ്ടുള്ളതാണ് ILO കൺവെൻഷൻ 107 1957 ആണ്. അതിൽ ആർട്ടിക്കിൾ 1 സബ് ക്ലാസ് B പ്രൊവൈഡഡ് ദാറ്റ് members of tribal or semi-tribal population in independent countries which are regarded as indigenous on account of their descent from the population which inhabited the country or a geographical region to which the country belonged at the time of conquest or colonization, and which, irrespective of their legal status, live more in conformity with the social, economic and cultural institution of that time than with the institution of the nation to which they belong. ഇതൊരു ഡെഫിനേഷൻ ആണ്. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് here the definition of indigenous people refer to population who are descendant of those who inhabited the region at the time of colonization. അപ്പം ഈ ഒരു ഇൻഡിജിനസ് പീപ്പിൾ നമ്മൾ റെഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊരു കൂട്ടം പോപ്പുലേഷൻ, അപ്പൊ റെഫർ ടു പോപ്പുലേഷൻസ് ആണ് ഹു ആർ ഡിസെൻഡന്റ് ആണ്. അവര് എവിടെയാണ്, ആ ഒരു പ്ലേസിൽ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ ഡിസെൻഡന്റ് ആയിരുന്നു അറ്റ് ദ ടൈം ഓഫ് കൊളോണലൈസേഷൻ ടൈമില് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഡിസെൻഡന്റ് ആയിട്ടുള്ളവരാണ് ഇവരെന്ത് പറയുന്നത്, നമ്മുടെ ഇൻഡിജിനസ് ആയിട്ട് ഇവർ പറയുന്നത്. The convention remained in force for only 17 countries, including a few Asian countries such as India, Bangladesh and Pakistan. Then, therefore, this definition also cannot be taken as a standard within international law. So, at the most, it applies only to those who are party to the convention. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ, ആ ഒരു കൺവെൻഷൻ ആയാലും കൺവെൻഷനിൽ പാർട്ടി ചേർന്നിട്ടുള്ള സ്റ്റേറ്റിന് മാത്രമാണ് നമുക്ക് ഈ ഒരു ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പറയുന്നത്. The description of indigenous people in convention number 169 contain several elements which are not found in its description of tribal people. ചില അതായത് നമ്മള് ഇൻഡിജിനസ് പീപ്പിൾസിന് നമ്മൾ ചില ഡിസ്ക്രിപ്ഷനും കാരണം കൊടുക്കുന്നുണ്ട് അവരുടെ ഫീച്ചേഴ്സും കാരണമൊക്കെ അനുസരിച്ചിട്ട്. അത് ഏത് ഇൻ 169 contain several elements which are not found in its description of tribal people. ട്രൈബൽ പീപ്പിളിന്റെ കൺവെൻഷനിൽ കാണാത്ത ചില ഡിസ്ക്രിപ്ഷൻസ് ആണ് നമ്മൾ എന്ത് ഇൻഡിജിനസ് പീപ്പിൾസിന്റെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. സോ ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ എന്താ, പ്രീ കോൺക്വഷൻ സമയമായിരിക്കാം അല്ലെങ്കിൽ കൊളോണലൈസേഷൻ സൊസൈറ്റിയുടെ സമയത്ത് ആ ഒരു ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി അവർ തമ്മിൽ ഉണ്ടായിരിക്കും. ടെറിട്ടോറിയൽ കണക്ഷൻ പറഞ്ഞ സ്ട്രോങ് ലിങ്ക് ഉണ്ടായിരിക്കും ടെറിട്ടറി ആയിട്ടും കാര്യങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ അവരുടെ ഒരു നാച്ചുറൽ റിസോഴ്സ് ആയിട്ട് ഒരു എന്താ പറയാ സ്ട്രോങ് ലിങ്ക് ഉണ്ടായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു എക്കണോമിക്കും കൾച്ചറൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതാണ് ആ ഒരു എന്താ പറയാ ഇത് പറയുന്നത്. അതായത് ഇൻഡിജിനസ് പീപ്പിൾസിനെ എന്താ പറയാ കുറച്ചും കൂടെ ഡിഫറൻസ് ആക്കി മാറ്റി നിർത്തുന്നത്. അതായത് ട്രൈബൽ പീപ്പിളിൽ നിന്ന് ഇൻഡിജിനസ് പീപ്പിൾ വേറെയാണെന്ന് കാണിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ ആണ് ഇവിടെ പറയുന്നത്. Then convention number 169 also describe indigenous people as people. അതായത് 169 എന്ന് പറയുന്ന കൺവെൻഷനിൽ ഇൻഡിജിനസ് പീപ്പിൾ എന്ന് പറയുന്നത് പീപ്പിൾ ആയിട്ട് തന്നെയാണ് പറയുന്നത്, അല്ലെങ്കിൽ പീപ്പിൾ എന്നുള്ള വേർഡ് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. വേറസ് കൺവെൻഷൻ നമ്പർ 107 ഐഡന്റിഫൈ ദം ആസ് പോപ്പുലേഷൻ. അതായത് 107 പറഞ്ഞിട്ടുള്ളത് ഇൻഡിജിനസ് പോപ്പുലേഷൻ എന്നുള്ള ഒരു വേർഡാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ 169 അവരെന്താണ് ഇൻഡിജിനസ് പീപ്പിൾ എന്നുള്ള വേർഡ് തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. So the statement of coverage of convention number 169 is largely based on the criteria developed by Jose Martinez Cobo, whereas convention number 107 identify indigenous peoples as subcategory of tribal. The two groups are separate in convention number 169. അതായത് നമ്മൾ 169 എന്ന് പറഞ്ഞിട്ടുള്ള കൺവെൻഷന്റെ ഒരു ക്രൈറ്റീരിയ, അല്ലെങ്കിൽ അത് എന്താ അത് ആ ഒരു കൺവെൻഷൻ ബേസ് ചെയ്തിട്ടുള്ളത് ഒരു ക്രൈറ്റീരിയ, അതായത് ആ ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ജോസ് മാർട്ടിനസ് കോബോ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ക്രൈറ്റീരിയ ബേസിലാണ് നമ്മുടെ 169 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കൺവെൻഷൻ ഇൻഡിജിനസ് ആയിട്ട് കണക്ട് ആയിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മുടെ 107 എന്നുള്ള കൺവെൻഷൻ പറയുകയാണെങ്കിൽ അവിടെ ഇൻഡിജിനസ് പീപ്പിൾ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ട്രൈബൽ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുടെ അല്ലെങ്കിൽ ആ ഒരു സെക്ഷന്റെ സബ് കാറ്റഗറി ആയിട്ട് മാത്രമാണ് പറയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ 169 അതായത് 169ാമത്തെ കൺവെൻഷനിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഇൻഡിജിനസ് ആണെങ്കിലും ട്രൈബ് ആണെങ്കിലും എന്താണ് സെപ്പറേറ്റ് ഗ്രൂപ്പ് ആയിട്ടാണ് പറയുന്നത്. സോ മോറോവർ ആർട്ടിക്കിൾ 1 clause 2 of convention number 169 similar to the Cobo definition establishes self-identification as indigenous as the fundamental criterion for determining the group that are to be identified as indigenous people. അപ്പൊ നമ്മുടെ കൺവെൻഷൻ നമ്പർ 169 പ്രകാരം എന്താണ് സെൽഫ് ഐഡന്റിഫിക്കേഷൻ ആണ് അവരെ ഈ പറഞ്ഞ ഇൻഡിജിനസ് പീപ്പിൾസിനെ എന്താ ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് സെൽഫ് ഐഡന്റിഫിക്കേഷൻ തന്നെയാണ് ഇവര് പറയുന്നത്. Then the special reporter outlined a number of factors that may be relevant for identifying indigenous people. ഒരു സ്പെഷ്യൽ റിപ്പോർട്ടറും കാര്യങ്ങളൊക്കെ എന്താണ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇൻഡിജിനസ് പീപ്പിൾസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. This emphasizes their historical continuity for an extended period reaching into the present and include. അപ്പൊ എന്താ ആ ഒരു ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി നമ്മൾ ഇത്രയും നേരം പറഞ്ഞു. അപ്പൊ ആ ഒരു ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി എന്താണ് നമ്മുടെ ഒരു പ്രസന്റ് വരെയും അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് എന്താണ് കുറച്ചും കൂടി ഒക്യുപ്പേഷൻ ഓഫ് ആൻസിസ്ട്രൽ ലാൻഡ് ഉണ്ട്.
പിന്നെ കോമൺ ആൻസിസ്ട്രി വിത്ത് ഒറിജിനൽ ഓക്യുപ്പൻസ് ഓഫ് ദീസ് ലാൻഡ്, കൾച്ചർ, ലാംഗ്വേജ്, റെസിഡൻസ് ഇൻ സെർട്ടൻ പാർട്ട് ഓഫ് ദി കൺട്രി ഓർ സെർട്ടൻ റീജിയൻ ഓഫ് ദി വേൾഡ്. ഇത്രയും കാര്യങ്ങളും എന്താണ് അതർ ക്രൈറ്റീരിയ ആയിട്ട് എടുത്തു പറയുന്നതാണ്. ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് also denied the status of indigenous people within the territories by claiming that indigenous peoples are descendant of the original inhabitant who have suffered from conquest or invasion from outside. അപ്പോൾ ഇൻഡിജിനസ് പീപ്പിൾ എന്ന് പറയുന്നത് എന്താ, അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഇൻഹാബിറ്റന്റ് ആണ്, ഡിസെൻഡന്റ് ഓഫ് ദി ഒറിജിനൽ ഇൻഹാബിറ്റന്റ് ആണ്. അവരെന്താണ് ആ ഒരു കോൺക്വിസ്റ്റിന്റെ സമയത്തും അതേപോലെ തന്നെ എന്താ ഔട്ട്സൈഡ് എന്നുള്ള നമുക്ക് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഇൻവേഷൻ വന്നപ്പോഴും എന്താണ് ഔട്ട്സൈഡ് ഒരു ഇൻവേഷൻ വന്നപ്പോഴും അവർ സഫർ ചെയ്ത് നിന്നൊരു കൂട്ടം ആൾക്കാരായിട്ടാണ് ഇവരെ പറയുന്നത്. Asian group continue to claim recognition and the status of indigenous people within their countries despite strong opposition from the government. It is clear that there is no universally accepted and the binding definition of the term indigenous people in international law. അപ്പൊ എന്താ നമ്മൾ ഇത്രയും പറഞ്ഞു വെച്ചിട്ട് എന്താണ് പലരും പല രീതിയിൽ പല ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമ്മുടെ ഇൻഡിജിനസ് പീപ്പിൾസിന് ഇന്റർനാഷണൽ ലോയില് കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇൻഡിജിനസ് പീപ്പിൾസ് റൈറ്റ്സ് ആൻഡ് ഇന്റർനാഷണൽ ലോ എന്നുള്ളതാണ്. സോ നമ്മുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അത് 1948 10th ഡിസംബറിലാണ് അത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതെന്താ സ്റ്റിൽ വർക്കിംഗ് ഓൺ ടു എൻഷുർ ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഫോർ ഓൾ എന്നാണ് പറയുന്നത്. സോ നമ്മളൊരു എന്താ പറയുക നമ്മുടെ പ്രിയാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് എന്താ, ഹ്യൂമൻ റൈറ്റ്സ് ആർ ദ ഫൗണ്ടേഷൻ ഓഫ് ഫ്രീഡം, ജസ്റ്റിസ് ആൻഡ് പീസ് ഇൻ ദി വേൾഡ്. So the issues of indigenous people seem to have received greater attention after World War II in literature. നമ്മുടെ ലിറ്ററേച്ചറിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഇൻഡിജിനസ് പീപ്പിൾസിനെ അവര് സഫർ ചെയ്തിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ അറ്റൻഷൻ കിട്ടാൻ തുടങ്ങിയത് നമ്മുടെ വേൾഡ് വാർ സെക്കൻഡിന് ശേഷമാണ്. സോ അതിനുശേഷം എന്താണ് കുറെ റൈറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് എന്താ ഇവർക്ക് വേണ്ട ഇവരുടെ സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു, ഇവരുടെ റൈറ്റ്സ് എങ്ങനെയാണ്, ഇന്റർനാഷണൽ ലോ പ്രകാരം അവർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ എഴുതാൻ തുടങ്ങി. പിന്നെന്താണ് പിന്നെ പറയുന്നത് ഇൻഡിജിനസ് റൈറ്റ് എന്ന് പറയുന്നത് മുമ്പ് ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ അതായത് അക്കോർഡിംഗ് ടു ദി ഏർലി റൈറ്റിംഗ് ദ കണ്ടംപററി എമർജൻസ് ഓഫ് ഇൻഡിജിനസ് റൈറ്റ് ഈസ് നോട്ട് സോ മച്ച് ദി പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് ഇൻ ദി പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ലോ. ഒരു പുതിയ ലോ ക്രിയേറ്റ് എന്നല്ല പറയുന്നത്, പക്ഷെ മുന്നേ ഉണ്ടായിട്ടുള്ള മുന്നേ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മുന്നേ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ലോസും കാര്യങ്ങളും കുറച്ചും കൂടെ റീസ്റ്റോർ ചെയ്തെടുത്തു എന്നാണ് പറയുന്നത്. So the international community has shown increasing concern for the protection of the rights of indigenous people. അപ്പൊ ആ ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്താണ് കുറച്ചും കൂടെ ഈ പറഞ്ഞ നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ എന്നൊരു കൺസേൺ അവര് കൊടുക്കാൻ തുടങ്ങി. Conventions and declarations of the international community provide the broad framework as well as specific statement regarding the protection of indigenous people and their interests, culture, way of life, cultural survival and other development. അപ്പൊ എന്താ കുറച്ചും കൂടി ഇങ്ങനത്തെ കൺവെൻഷൻസും ഡിക്ലറേഷൻസും ഇന്റർനാഷണൽ ഡിക്ലറേഷൻസും കാര്യങ്ങളൊക്കെ അവരുടെ ഒരു എന്താണ് ഈ ഒരു കമ്മ്യൂണിറ്റിനെ ഈ ഒരു ഇൻഡിജിനസ് പീപ്പിൾ എന്നുള്ള കമ്മ്യൂണിറ്റി കുറച്ചും കൂടെ ബ്രോഡ് ആയിട്ടുള്ള ഫ്രെയിംവർക്കും കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കാൻ തുടങ്ങി. അതിലെന്താണ് അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം, അതേപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ കൾച്ചർ, അവരുടെ വേ ഓഫ് ലൈഫ്, അവരുടെ കൾച്ചറൽ സർവൈവൽ എങ്ങനെ, അവർക്ക് എന്തൊക്കെ ഡെവലപ്മെന്റ് വേണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ അവരെന്താണ് കുറച്ചും കൂടെ എന്താ പറയാ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. So the emergence of concept of indigenous people was a long process. അപ്പൊ എന്താണ് ആ ഒരു ഇൻഡിജിനസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എമർജ് ചെയ്ത് വന്നിട്ടുള്ളത് ലോങ് പ്രോസസ്സിൽ കൂടിയാണെന്നാണ് ഇവര് പറയുന്നത്. From the year 1920, indigenous people have tried to raise the issue of their marginalization and discrimination. The first international organization to deal seriously with indigenous people right issue was the International Labour Organization. അപ്പൊ എന്താണ് അതായത് നമ്മുടെ ഒരു ഫസ്റ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്താ ടു ഡീൽ സീരിയസ്ലി വിത്ത് ഇൻഡിജിനസ് പീപ്പിൾ റൈറ്റ് ഇഷ്യൂസ് ആണ്. അപ്പൊ ഇൻഡിജിനസ് പീപ്പിൾസ് എന്താ ഫേസ് ചെയ്തിട്ടുള്ള അവരുടെ റൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ILO ആണ്. അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് ഇവര് പറയുന്നത്. So within its framework, the ILO Convention concerning the protection and integration of indigenous and other tribal and semi-tribal population in the independent countries was adopted in the year 1957 എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ILOന്റെ ഒരു കൺവെൻഷൻ ആ ഒരു ഫ്രെയിംവർക്ക് പ്രകാരം എന്താണ് നമ്മുടെ എന്താ പറയുക പ്രൊട്ടക്ഷൻ, അതായത് പ്രൊട്ടക്ഷനും ഇൻഡിജിനസ് പീപ്പിൾസിന്റെ പ്രൊട്ടക്ഷനും അവരുടെ ഇന്റഗ്രേഷനും അതേപോലെ തന്നെ ട്രൈബലും സെമി ട്രൈബൽ ആൾക്കാരുടെ ആ പോപ്പുലേഷൻസ് എങ്ങനെയാണെന്നൊക്കെ എന്താ ആ ഒരു ഇൻഡിപെൻഡന്റ് കൺട്രിയിൽ അവർ എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് അവർ ഡീൽ ചെയ്തിരുന്നത്. So it was the first binding document in the field of indigenous people's rights protection ആണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ILOന്റെ ഡോക്യുമെന്റ്. So Convention 107 contain important provisions on land use and inheritance, social security, health and right to education. അപ്പം ആ ഒരു ILO എന്ന് പറയുന്ന ആ ഒരു കൺവെൻഷന്റെ എന്താണ് ആ ഒരു 107 ഉണ്ട്. 107 പ്രകാരം എന്താണ് അവരുടെ ആ ഒരു ലാൻഡ് യൂസിന്റെ അവരുടെ ആ ഒരു റൈറ്റിനാണ് പറയുന്നത്. അപ്പോൾ ലാൻഡ് യൂസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അവരുടെ ഇൻഹെറിറ്റൻസ്, സോഷ്യൽ സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ഹെൽത്ത് ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആയിട്ട് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഡീൽ ചെയ്യുന്നത്.
So at the beginning of the 1970s, United Nations began examining the issues concerning indigenous peoples in a more detailed way. അപ്പൊ എന്താ 1970 ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് എന്താണ് ഈ പറഞ്ഞ ഇൻഡിജിനസ് പീപ്പിൾസ് എത്രത്തോളം ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് അവർ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അവര് എന്താ കുറച്ചും കൂടെ അറിയാനും അല്ലെങ്കിൽ അതിനെ കുറിച്ച് എക്സാമിൻ ചെയ്യാനൊക്കെ അവര് തുടങ്ങി. So more and more indigenous peoples organization started to receive consultative status with the United Nations Economic and Cultural Council. So beginning in the 1970s, non-governmental organization in Geneva launched ad hoc initiatives on specific human rights issues concerning indigenous people. അപ്പോൾ ഒരു 1970s തുടക്കത്തിലൊക്കെ എന്താണ് ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഒക്കെ എന്താണ് അവരുടെ കുറച്ചും കൂടെ ഇനിഷ്യേറ്റീവും കാര്യങ്ങളൊക്കെ എന്താ അതായത് ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ് അതും കൺസേണിങ് എന്താ ഇൻഡിജിനസ് പീപ്പിൾസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസിനൊക്കെ അവർ അതിന് വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവും അതിന് എന്താ പറയാ കുറച്ചും കൂടെ ഈ പറഞ്ഞ നമ്മുടെ ഇൻഡിജിനസ് പീപ്പിൾസിനെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ്സും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവും കാര്യങ്ങളൊക്കെ ഇവര് ചെയ്യാൻ തുടങ്ങി. ബട്ട് ഗ്രാജുവലി ദ ഹ്യൂമൻ റൈറ്റ്സ് ബോഡീസ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻ സ്റ്റാർട്ടഡ് ടു ലുക്ക് മോർ സീരിയസ്ലി അറ്റ് ദ പ്രോബ്ലം ആസ് വെൽ. പിന്നീട് എന്താണ് ഈ യുണൈറ്റഡ് നേഷനൊക്കെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ബോഡീസിനൊക്കെ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് എങ്ങനെയാണെന്നുള്ള രീതിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. So in the year 1971, the Subcommission on Prevention of Discrimination and Protection of Minorities appointed a special reporter to undertake to study the problem of discrimination against indigenous population. അപ്പോൾ ഒരു 1971 എന്താണ് ഒരു സബ് കമ്മീഷനെ കൊണ്ടുവരാണ് എന്തിനാ പ്രിവെൻഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റി ആണ്. അതാണ് ഒരു കമ്മീഷൻ പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു ഡിസ്ക്രിമിനേഷനും അവരുടെ മൈനോറിറ്റീസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഒരു സ്പെഷ്യൽ റിപ്പോർട്ടിനെ ഇവരെ അപ്പോയിന്റ് ചെയ്യാണ്. എന്തിനാ ടു സ്റ്റഡി ദ പ്രോബ്ലം ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ഇൻഡിജിനസ് പീപ്പിൾ. അപ്പോൾ ആ ഒരു ഇൻഡിജിനസ് പീപ്പിൾ അല്ലെങ്കിൽ ഇൻഡിജിനസ് പോപ്പുലേഷൻ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ എന്താ അതിനു വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സബ് കമ്മീഷൻ അവരെ അപ്പോയിന്റ് ചെയ്തു. Then the Martinez-Coburg concluded that existing human rights standards are not fully applied in the case of indigenous community. So it is started in the report that self-determination must be one of the basic preconditions for indigenous people's rights as well as right to keep the territories they possess. So the next landmark in the history of indigenous rights recognition is the draft declaration on the rights of indigenous people. അപ്പൊ എന്താ അടുത്തൊരു ലാൻഡ്മാർക്ക് ആയിട്ട് നമ്മുടെ ഇൻഡിജിനസ് പീപ്പിൾസിന്റെ ആ ഒരു റൈറ്റ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്തൊരു ലാൻഡ്മാർക്ക് ആയിട്ട് എടുത്തു പറയുന്നത് ഡ്രാഫ്റ്റ് ഡിക്ലറേഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ ആണ്. പ്രൊഡ്യൂസ്ഡ് ഇൻ 1993-1994 based on 8 years of documentation of report to the working group ആണ് പറയുന്നത്. So the working group consists of more than 200 indigenous organizations which participate and meet once a year. അപ്പൊ എന്താ ഒരു 200-ലധികം ഇൻഡിജിനസ് ഓർഗനൈസേഷൻ ഉണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത് അവര് പാർട്ടിസിപ്പേറ്റ് ആൻഡ് മീറ്റ് വൺസ് എ ഇയർ എന്നാണ് പറയുന്നത്. The process should lead to the adoption of the declaration by the United Nations General Assembly. Another declaration on the rights of indigenous peoples is also being developed at the regional level at the Inter-American system. Then a UN Permanent Forum on Indigenous Issues has also been established in order to focus on global issues related to indigenous people, especially in the field of. അപ്പൊ നമ്മുടെ ആ ഒരു UN പെർമനന്റ് ഫോറം ഉണ്ടായിരുന്നു. അതായത് ഇൻഡിജിനസ് പീപ്പിൾസിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ഫോറത്തിനകത്ത് എന്താണ് കുറച്ചും കൂടെ ഗ്ലോബൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അവർ അതിന് ഡീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്താ കുറച്ചും കൂടെ എന്താ ആ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ഫീൽഡില് ഇക്കണോമിക് സോഷ്യൽ ഡെവലപ്മെന്റ് കൾച്ചർ എഡ്യൂക്കേഷൻ ഫീൽഡില് ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ് ഫീൽഡിലൊക്കെയാണ് ഇവർ കൂടുതൽ എന്താ പറയാ importance കൊടുത്തിട്ടുണ്ട്. It establishes the rights of indigenous people to the protection of their cultural property as well as right to education, employment, health, religion, language and more എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്താണ് ഇത്രയും കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൈറ്റ്സ് ഇൻഡിജിനസ് പീപ്പിൾസിന് വേണമെന്നുള്ളതായിരുന്നു ഇവരുടെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരുന്നു ഇവർ കൂടുതൽ എന്താണ് പ്രവർത്തിച്ചിരുന്നത്. ഇതാണ് എന്ത് പറയുന്നത് അവരുടെ ആ ഒരു ഇന്റർനാഷണൽ ലോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്ററി ആയിട്ട് എടുത്തു പറയുന്നത്. അടുത്തൊരു ടോപ്പിക് പറയുന്നത് ഡ്രാഫ്റ്റ് ഡിക്ലറേഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ. ആ ഒരു ഡ്രാഫ്റ്റ് ഡിക്ലറേഷൻ ആണ് നമ്മുടെ ഇൻഡിജിനസ് പീപ്പിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് ഡിക്ലറേഷൻ ആണ് അടുത്ത ടോപ്പിക് ആയിട്ട് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് ദിസ് ഈസ് ദ മോസ്റ്റ് കോംപ്രഹെൻസീവ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി റൈറ്റ്സ് ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ ടു ഡേറ്റ് എസ്റ്റാബ്ലിഷിംഗ് കളക്ടീവ് റൈറ്റ് ടു ഗ്രേറ്റർ എക്സ്റ്റെന്റ് ദാറ്റ് എനി അതർ ഡോക്യുമെന്റ് ഇൻ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ലോ. So it establishes the rights of indigenous people to protection of their cultural property as well as റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മൾ എന്താ ഇതിൽ ഇവരുടെ റൈറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ ഒന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടി കൾച്ചറൽ പ്രോപ്പർട്ടി വരുന്നുണ്ട്. പിന്നെന്താ ആസ് വെൽ ആസ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എംപ്ലോയ്മെന്റ് ഹെൽത്ത് റിലീജിയൻ ലാംഗ്വേജ് ആൻഡ് മോർ. ഇത്രയും കാര്യങ്ങൾക്ക് റൈറ്റ് അവർക്ക് വേണമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. സോ ഇറ്റ് ഓൾസോ പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ദി ഇൻഡിജിനസ് പീപ്പിൾ ടു ഓൺ ലാൻഡ് കളക്റ്റീവ്ലി. അവർക്ക് അവരുടെ ലാൻഡ് എന്താണ് കളക്റ്റീവ്ലി ഓൺ ചെയ്യാനുള്ള ഒരു റൈറ്റും കൂടി ഇതിനകത്ത് അവർ പറയുന്നുണ്ട്. സോ it emphasizes their right to maintain and strengthen their institution, cultures and tradition and to pursue their development in accordance with their aspirations and needs.
It has become the major tool for indigenous people to defend themselves against discrimination, racism, oppression, marginalization and exploitation. അപ്പൊ എന്താ ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇപ്പൊ ഇത്തരത്തിലുള്ള എന്താ പറയുക നമ്മുടെ ഒരു ഡ്രാഫ്റ്റ് ഡിക്ലറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലോയും കാര്യങ്ങളൊക്കെ എന്താണ് ഒരു മേജർ ടൂൾ ആയിട്ട് മാറിക്കാണുന്നത് ഇൻഡിജിനസ് പീപ്പിൾസിനെ അവർക്കുള്ള പ്രോബ്ലംസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എഗെയിൻസ്റ്റ് എന്താ ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് ആയിട്ടും റേസിസം ഒപ്രഷൻ മാർജിനലൈസേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്താണ് ഇവർക്ക് ഒരു എന്താ പറയാ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ടൂൾ ആയിരുന്നു ഈ പറഞ്ഞ ഡ്രാഫ്റ്റ് ഡിക്ലറേഷൻ ഒക്കെ എന്നാണ് പറയുന്നത്. So, among the human rights, the declaration defines and protect the following are of particular importance to indigenous people. അപ്പൊ എന്താ അത് പ്രകാരം ഈ ഒരു ഡിക്ലറേഷൻ പ്രകാരം എന്താണ് റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ ഇവർക്ക് ഉണ്ട്, റൈറ്റ് ടു കളക്റ്റീവ് റൈറ്റ്സ്, റൈറ്റ് ടു ഡെവലപ്മെന്റ് ഇത്രയും റൈറ്റ്സ് ഇത് പ്രകാരം ഇവർക്ക് ഉണ്ട്. Then the full text of the draft declaration consisting of 46 articles was divided into പാർട്ട് 9 പാർട്സ് ആണ്. അപ്പൊ 46 ആർട്ടിക്കിൾസ് ആണ് ഈ ഒരു ഡിക്ലറേഷൻ പ്രകാരം ഉള്ളത്. 9 പാർട്ടായിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോ പാർട്ടിലും ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എന്താ അത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പാർട്ട് 1 പറയുകയാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതിനകത്ത് എന്താണ് നോൺ ഡിസ്ക്രിമിനേഷൻ, ഇക്വാലിറ്റി, സെൽഫ് ഡിറ്റർമിനേഷൻ ആണ് പറയുന്നത്. അത് ആർട്ടിക്കിൾ 1 to 3 ആണ് പറയുന്നത്. ദെൻ പാർട്ട് 2 പറയുകയാണെങ്കിൽ ലൈഫ് ആൻഡ് സെക്യൂരിറ്റി ആണ്. ആർട്ടിക്കിൾ 4 to 7 ആണ് പറയുന്നത്. പാർട്ട് 3 പറയുകയാണെങ്കിൽ കൾച്ചർ, റിലീജിയൻ, ലാംഗ്വേജ് ലോസ് അവരായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൾച്ചറിനെയും റിലീജിയനെയും ലാംഗ്വേജിനെയും ഒക്കെയാണ് പാർട്ട് 3 പറയുന്നത്. അത് ആർട്ടിക്കിൾ 3 to 13 ആണ് പറയുന്നത്. ദെൻ പാർട്ട് 4 എന്ത് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ മീഡിയ ആൻഡ് എംപ്ലോയ്മെന്റ് ഒക്കെ പറയുന്നത് പാർട്ട് 4 അതിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 14 to 16 ആണ് പറയുന്നത്. ദെൻ പാർട്ട് 5 പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പാർട്ട് 5 പറയുന്നത്. അതിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 17 to 24 ആണ്. ദെൻ പാർട്ട് 6 പറയുന്നത് ലാൻഡും റിസോഴ്സസും അവരായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലാൻഡും അവരുടെ റിസോഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 25 to 29 ആണ്. ദെൻ പാർട്ട് 7 പറയുന്നത് സെൽഫ് ഗവൺമെന്റ് ആൻഡ് ഇൻഡിജിനസ് പീപ്പിൾസ് ആണ്. അപ്പൊ അവരായിട്ട് റിലേറ്റ് സെൽഫ് ഗവൺമെന്റും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 30 to 36 ആണ് പറയുന്നത്. പാർട്ട് 8 ഇംപ്ലിമെന്റേഷൻ ആണ്. അത് ആർട്ടിക്കിൾ 37 to 42 ആണ്. ആൻഡ് പാർട്ട് 9 പറയുന്നത് മിനിമം സ്റ്റാൻഡേർഡ്സ് ആർട്ടിക്കിൾ 43 to 46 ആണ്. സോ ആർട്ടിക്കിൾ 3 പറയുന്നത് the rights of self-determination as the most significant feature of the declaration with all other rights supporting that essential freedom. So the issue of the rights of indigenous people has slowly but steadily gained importance for the international community. So this has led to an international legal framework. ഇതാണ് എന്ത് പറയുന്നത് ഈ ഒരു ഡിക്ലറേഷനിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് ഓരോ പാർട്ടായിട്ട് തിരിച്ചിട്ടാണെങ്കിലും ഓരോ ആർട്ടിക്കിൾസ് ബേസ് ചെയ്തിട്ടൊക്കെ എന്താണ് ആ ഒരു ഡിക്ലറേഷനിൽ പലതരത്തിൽ അവർക്ക് വേണ്ട അവരുടെ എന്തൊക്കെ പ്രോബ്ലംസ് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.